തേന്മാവിൻ കൊമ്പത്ത് കൊതിച്ചതും വിധിച്ചതും ജൂൺ 29 മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക്. അവരിതെവിടെ പോയതാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഇനി നീ ഒന്ന് വിളിച്ചു നോക്ക് നിർമ്മലേ. പാറു വിളിച്ചപ്പോ ഇപ്പൊ വരാന്നും എന്തോ സർപ്രൈസ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്. പിന്നെ ഞാൻ വിളിച്ചിട്ട് എന്താ കാര്യം? എന്നോടും അത് തന്നെ പറയും. വർത്തമാനം കേട്ടിട്ട് കുഴപ്പമൊന്നുള്ളതായിട്ട് തോന്നിയില്ല. രണ്ടെണ്ണത്തിനെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. ആകാശം ഇടിഞ്ഞു വീണാലും നമ്മളെ ഒന്നും അറിയിക്കാതെ അഭിനയിച്ചു കളയും. എങ്കി പിന്നെ ഞാനൊന്ന് വിളിച്ചു നോക്കിയാലോ? എന്നോട് ചിലപ്പോ നിധി സത്യം പറയും. ഓ അത് ശരി. നിനക്കെന്താ കൊമ്പുണ്ടോ? അങ്ങനെ ഒരു പ്രത്യേകതയെ നിധി കൽപ്പിച്ചു തന്നതായിട്ട് എനിക്കറിയത്തില്ല. എന്തായാലും നീ ഒന്ന് വിളിച്ചു നോക്ക്. അതന്നെയല്ലേ ഞാനും പറഞ്ഞത്. എന്നാ പിന്നെ നീ വിളിക്കണ്ട. ഓ ഞാൻ വിളിക്കുക. അവര് വന്നു തോന്നുന്നു. വാ. എന്താടാ മോനെ, എന്തോ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അത് സർപ്രൈസ് ഇപ്പതാ കാറിൽ നിന്നിറങ്ങും. അമ്മ കണ്ടോളൂ, നോക്ക്. കഴിഞ്ഞില്ലമ്മ, ഒരു സർപ്രൈസ് കൂടിയുണ്ട്. അമ്മ ഞങ്ങൾക്ക് മാപ്പ് തരണം. മാപ്പോ? എന്തു മാപ്പ്? ഇറങ്ങി പൊയ്ക്കൊണ്ട് എന്റെ മുമ്പിൽ നിന്ന്. നിന്റെയൊക്കെ ഈ അഭിനയത്തിലൊന്നും ഈ പാർവതി വീഴാൻ പോകുന്നില്ല. പറഞ്ഞത് കേട്ടില്ലേ? ഇറങ്ങി പോകാൻ. അമ്മയുടെ മുൻപിൽ ഇപ്പൊ നിൽക്കുന്നത് CKCയുടെ ചതിക്കുഴിയിൽ വീണ് സ്വന്തവും ബന്ധവും തന്നെയും മറന്നുപോയ പഴയ പ്രണവല്ലമ്മ. അവന്റെ കൂടെ നിൽക്കുന്നത് പണത്തിനോടുള്ള ആർത്തിമൂത്ത് ആരെയും ചതിക്കാവെന്നും പറഞ്ഞ് ജീവിച്ച ശിവാനിയും അല്ല. തിരിച്ചറിയാതെ പോയ ചതിക്കുഴികളും കാണാതെ പോയ സ്നേഹവും നഷ്ടപ്പെടുത്തി കളഞ്ഞ ബന്ധങ്ങളും എന്താണെന്നുള്ള യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞ രണ്ടു പേരാണ് ഇപ്പൊ അമ്മയുടെ മുമ്പിൽ നിൽക്കുന്നത്. അമ്മയുടെ മോനെ ഈ പറയുന്നത് ഒരു സംശയം ഇനി അമ്മയ്ക്ക് വേണ്ട. രണ്ടുപേരെയും അനുഗ്രഹിക്കമ്മേ. എൻ്റെ ഏട്ടനും ഏട്ടത്തെയാണ് ശരിയെന്ന് മനസ്സിലാക്കാൻ ഞാൻ ഒരുപാട് വൈകിപ്പോയി. ഇനി ഞാൻ ഒരിക്കലും പഴയതുപോലെ ആവില്ല. പ്രണവനനുസരിച്ച് ജീവിക്കുന്ന ഭാര്യയായി, ഈ ആന്റിയുടെ സ്നേഹത്തിന് മുന്നിൽ തല കുമ്പിട്ട് നിൽക്കുന്ന ഒരു മരുമകളായി, ഈ ഏട്ടന്റെ ഏട്ടത്തിയുടെ അനിയത്തിയായി എനിക്ക് ഈശ്വരമംഗലത്ത് ജീവിക്കണം. ഇനി ഒരിക്കലും എന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടാവില്ലെന്ന് ഞാൻ സത്യം ചെയ്ത് പറയാം. അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കണം. എല്ലാ അനുഗ്രഹവും ഉണ്ട് നിങ്ങൾക്ക്. മുഖത്ത് നോക്കി ശാപവാക്കുകൾ പറയുമ്പോഴും അത് നിങ്ങൾ നന്നാവാൻ വേണ്ടി മാത്രമായിരുന്നു. ഒരിക്കലും നിങ്ങൾക്കൊരു ദോഷം വരണമെന്ന് ഉള്ളിൽ തട്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. എനിക്കതിനാവത്തുമില്ല. ഇന്നും വിളക്ക് കൊളുത്തി വെച്ച് ഈശ്വരന്മാരോട് പറഞ്ഞത്
പ്രണവനും ശിവാനിക്കും നല്ല ബുദ്ധി കൊടുക്കണേന്ന് മാത്രം. അല്ല നിധി, എന്താ ഇപ്പൊ പെട്ടെന്ന് സംഭവിച്ചത്? നിങ്ങൾ എവിടേക്കാ പോയത്?